ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിവിധ സംസ്ഥാനങ്ങളിൽ കനത്ത തിരിച്ചടിയെ തുടർന്ന് ബി.ജെ.പിയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകുമെന്നുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം വന്ന വാർത്തകൾ ഡിസംബറോട് കൂടിയായിരിക്കും ദേശീയ അധ്യക്ഷനടക്കം മാറുക എന്നൊരു വാർത്തയും വന്നു. പക്ഷേ ഇപ്പോൾ അതിനൊക്കെ വളരെ മുമ്പേ തന്നെ ബി.ജെ.പി പണി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. RSS കേരളത്തിലടക്കം ബി.ജെ.പിക്ക് വിട്ടു നൽകിയിരുന്ന പ്രചാരകന്മാരെ പിൻവലിച്ചു. ഇപ്പോൾ പുതിയ ചില ചുമതലകളാണ് ചില നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്. അത് ദേശീയ അടിസ്ഥാനത്തിൽ തന്നെ സംസ്ഥാന അധ്യക്ഷന്മാരെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. ബി.ജെ.പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ രാധാ മോഹൻദാസ് അഗർവാളിന് രാജസ്ഥാന്റെ ചുമതല നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഹരീഷ് ദ്വിവേദി ആസാം, അരവിന്ദ് മേനോൻ തമിഴ്നാട്, രാജീവ് ദീപ് റോയ് ത്രിപുര തുടങ്ങിയവരാണ് ഈ ഓരോ സംസ്ഥാനത്തിനും ചുമതല വഹിക്കുന്നത്. നേരത്തെ അരവിന്ദ് മേനോൻ വഹിച്ച ചുമതലകൾ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തെ മാറ്റി പകരം തമിഴ്നാടിൻ്റെ ചുമതലയാണ് നൽകിയിരിക്കുന്നത്. ബീഹാറിൽ പുതിയ സംസ്ഥാന അധ്യക്ഷൻ വന്നിരിക്കുന്നു. ബീഹാറിലെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ്റെ പേര് കുമാർ ജയ്സ്വാൾ എന്നാണ്. രാജസ്ഥാനിൽ ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനായി മദൻ റാത്തോഡ് എത്തിയിരിക്കുന്നു. കേരളത്തിലടക്കം ബി.ജെ.പി സംഘടനാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. താഴെത്തട്ടിലുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായാൽ ഇവിടെയും സംസ്ഥാന നേതൃത്വം മാറുക തന്നെ ചെയ്യും. അങ്ങനെ ഈ രാജ്യത്താകമാനം ഇപ്പോൾ RSS ബി.ജെ.പിക്ക് നൽകിയിരിക്കുന്ന പ്രചാരകന്മാരെ പലയിടത്തുനിന്നും പിൻവലിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് പുതിയ പ്രചാരകന്മാരെ വിട്ട് നൽകും. ഒപ്പം തന്നെ ഈ വലിയ മാറ്റം, സമഗ്രമായൊരു മാറ്റം, വലിയൊരു അഴിച്ചുപണിയാണ് നടക്കുന്നത്. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ ഗ്രൂപ്പ് വഴക്കും മറ്റുമൊക്കെ പരാജയത്തിന് കാരണമായതായി വിലയിരുത്തപ്പെടുന്നു. ഏതായാലും RSS പിടിമുറുക്കുന്നു എന്ന് കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള വാർത്തകൾക്ക് ബലം പകരുന്ന ഒരു അഴിച്ചുപണിയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.